24/7 ബിഗ് ബോസ് ലൈവാണ്. അനുമോൾ അതിൽ ലൈവായി കരയുകയാണ്. 24/7 അനുമോൾ ജെനുവിൻ ആണ്, സത്യസന്ധയാണ്, ബിഗ് ബോസിനകത്ത് വളരെ സത്യസന്ധമായി ജീവിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് തവണയായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ ബിഗ് ബോസ് കഴിയുമ്പോൾ എന്തായാലും ഒരു 100 ദിവസം മിക്കവാറും തികച്ച് നിൽക്കും അനുമോള്, അല്ലെങ്കിൽ ഒരു 95 ദിവസം. അതായത് എന്താണെങ്കിലും ഒരു ടോപ്പ് 5-നകത്ത് അനുമോള് വരാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ബിക്കോസ് ഒരു ഗെയിമാണ് ഈ റിയൽ ആയിട്ട് നിൽക്കുക. അതൊരു കഴിവാണ് കേട്ടോ, ഭയങ്കര കഴിവാണ്. പക്ഷെ അനുമോള് ബിഗ് ബോസിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ഇനി അങ്ങോട്ട് ഈ റിയൽ ക്യാരക്ടറിൽ ഒരുപാട് വ്യത്യാസം ഞാൻ വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഒന്നാമത്തെ കാരണം, എല്ലാവരെയും കയറി വിശ്വസിച്ച് കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉള്ളിലെടുത്ത് കരഞ്ഞു വിളിച്ച് ഇതൊക്കെ അങ്ങ് മാറിക്കോളും. അവർക്ക് ഏറ്റവും നല്ല, എനിക്ക് തോന്നുന്നു അനുമോൾക്ക് ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് ബിഗ് ബോസ്. ഈ അനുമോളെ പോലുള്ള എല്ലാവർക്കും ഒരു വട്ടം ട്രൈ ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു മരുന്നാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ബിഗ് ബോസും അതനുസരിച്ച് തന്നെയാണ് അനുമോളെ കൊണ്ടുപോകുന്നത് കേട്ടോ. കാരണം ഒരുപാടൊന്നും ഇട്ട് അനുമോളെ ഇട്ട് ട്രിഗർ ചെയ്യിക്കാൻ ബിഗ് ബോസ് അനുവദിക്കുന്നില്ല. എനിക്കതും തോന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് അനുമോളെടുത്ത് പാർഷ്യാലിറ്റി കാണിക്കുമെന്നല്ല, അനുമോളെ പോലൊരു കുട്ടിയെടുത്ത് എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നുള്ളത് ബിഗ് ബോസിന് അറിയാം. അത് ആ ലെവലിൽ വേണം ചിന്തിക്കാൻ. അപ്പോൾ എന്തായാലും ശരി, പുതിയ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അപ്പാനിയുടെ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് വെറും 3G എന്ന് പറയുന്ന കണക്കായിരുന്നു. കാരണം സ്വേച്ഛാധിപതി വന്നതും പിന്നെ അങ്ങോട്ട് എല്ലാം പെട്ടെന്ന് ദേ ഈ ഒരു ആഴ്ചയും കഴിഞ്ഞു കേട്ടോ. അതാണ് അവസ്ഥ. അങ്ങനെ എല്ലാവരും ശരിക്കും പറഞ്ഞത് ഏറ്റവും കൂടുതൽ പേരും പറഞ്ഞത് ബിന്നിയുടെ പേരും റെനയുടെ പേരുമാണ്, പിന്നെ നെവിൻ്റെ പേരും. നെവിൻ്റെ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഓഫ് കോഴ്സ് നെവിൻ എന്തായാലും എല്ലാവരുടെയും ഇതിൽ വരും. കാരണം ഒരു വട്ടം ഇങ്ങനെ ഇറങ്ങി ഓടിപ്പോയി, പിന്നെ അവരെല്ലാവരും നന്നായിട്ട് എൻ്റർടൈൻ ചെയ്ത ഒരു ടാസ്ക് ആയിരുന്നു ആ സ്വേച്ഛാധിപതി. ആ ഒരു ഭയങ്കര ഗാംഭീര്യത്തോടെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം, നല്ലൊരു കഴിവുള്ള ഒരു പയ്യനാണ് എന്നുള്ളത് തെളിയിച്ചു തന്ന ഒരു ടാസ്ക് ആയിരുന്നു. പിന്നെ അനീഷിനെ കൂടെ കൂട്ടി അനീഷും നെവിനും തമ്മിലുള്ള ഒരു കോംബോ നമ്മളവിടെ കണ്ടു. അനീഷ് ആണെങ്കിൽ സാറേ എന്നും മേഡം എന്നൊക്കെ വിളിച്ചിട്ട് അതൊക്കെ നല്ലതായിരുന്നു. കുറേ നമ്മൾ ഈ സത്യത്തെ ജിസേലിൻ്റെയും അനുമോളിൻ്റെയും പിന്നാലെ പോകുമ്പോൾ അനീഷിൻ്റെയും നെവിൻ്റെയും ഒക്കെ കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ കറക്റ്റായിട്ട് ആ ക്യാപ്റ്റൻസിയിൽ നോമിനേഷൻ കൊടുത്തതിലേക്ക് തന്നെ വരാം. ആദ്യം വന്നത് അനീഷ് ആയിരുന്നു. അനീഷ് ബിന്നിനെയും നെവിനെയും പറഞ്ഞു. അപ്പൊ നെവിൻ അതിൽ തന്നെ നെവിനെ പറയുന്നത് സ്വേച്ഛാധിപതി ടാസ്ക് ആണ്. ഒനിയിൽ വന്നിട്ട് ബിന്നി നെവിൻ പറയുന്നുണ്ട്, അബി പറയുന്നത് അനീഷ് നെവിനാണ്. ഒരു കാര്യമുണ്ട്, ഒനീലിന് ബിന്നിയെയും റെനയെയും രണ്ടുപേരും കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷേ ഒനീൽ ബിന്നിയെ പറഞ്ഞു. കാരണം ബിന്നി മറ്റ് ടാസ്കുകളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ആക്റ്റീവാണ്. റെനയും ക്യാപ്റ്റൻസിയിൽ വരണം എന്ന് ഒനീൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ബിഗ് ബോസ് തുടങ്ങിയിട്ട് 1 മാസം കംപ്ലീറ്റ് ആകുന്നതേ ഉള്ളൂ. ഒനീലും റെനയും തമ്മിലുള്ള ഒരു ഫൈറ്റ്, വലിയ ഫൈറ്റ്, ഈവൻ ആദ്യത്തെ ആ ഒരു കിച്ചൺ അടി ആയിക്കോട്ടെ, പിന്നെ അവർ തമ്മിലുണ്ടായിരുന്ന ചീത്തവിളി ആയിക്കോട്ടെ, പിന്നെ ആ ഭൂമി കയ്യേറ്റം ടാസ്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആ ഒരിടത്തൊരിടത്ത് പറയുമ്പോൾ ശൈത്യയുടെ സ്റ്റോറി കേട്ടിട്ട് ഉണ്ടായ പ്രശ്നം ആയിക്കോട്ടെ, എല്ലാത്തിലും ഒനീലിന്റെ ചീത്തവിളിയും ഒനീൽ റെനയെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഒനീലിന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ ഞാൻ കണ്ട ഒരു സമയം റെനയുടെ അടുത്തായിരുന്നു. ഈവൻ റെനയോട് എനിക്ക് സിമ്പതി തോന്നിയിട്ടുണ്ട്, ഈ ഒനീലിന്റെ വെറും വൃത്തികെട്ട മൃഗം പോലത്തെ ഒരു പെരുമാറ്റം. പക്ഷേ ഇതേ നോക്കിക്കേ, ഒനീൽ റെനയെ റെസ്പെക്ട് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിയത് കണ്ടോ. അത് റെനയുടെ മിടുക്കാണോ എന്ന് ചോദിച്ചാൽ ആ കുട്ടി നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. സംസാരിക്കേണ്ടത് സംസാരിക്കാൻ അറിയാവുന്നത് പോലെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അങ്ങേയറ്റം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ബഹളവും, അത് ഒരു കൊഞ്ഞണം കുത്തിക്കൊണ്ടുള്ള സംസാരമൊക്കെ ഇല്ലേ, അതൊരു നെഗറ്റീവാണ്. ദെൻ അബി അനീഷിനെയും നെവിനെയും പറയുന്നുണ്ട്. ഷാനവാസ്, നെവിൻ ആൻഡ് റെന. ഷാനവാസ് പറഞ്ഞ പേര് കേട്ടല്ലോ, റെന. പക്ഷെ അടുത്ത ആളായിരുന്നു ഏറ്റവും പ്രശ്നക്കാരി, ശൈത്യ നെവിനെ പറഞ്ഞു. നെവിനെ പറഞ്ഞതിന്റെ റീസൺ ഇവരെല്ലാവരും, അതായത് നെവിനെ പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം, ആദില നൂറ പറഞ്ഞിറക്കി വിട്ടതാണ് ഈ നെവിനെ. പക്ഷെ ശൈത്യ നെവിനെ നന്നായിട്ടാണ് പറയുന്നത്. ദെൻ പറയുന്നത് അബി. അപ്പം ആദിലയ്ക്കും നൂറയ്ക്കും നെവിന്റെ പേര് പറഞ്ഞതിനോട് ഒരു താല്പര്യക്കുറവുണ്ട്. അറ്റ് ദ സെയിം ടൈം അബിയുടെ പേര് പറഞ്ഞത് അനുമോൾക്കൊരു ട്രാജഡിയാണ്. ബിക്കോസ് ആ ഒരു സ്വേച്ഛാധിപതി ടാസ്കിൽ ശൈത്യയും അബിയും കൂടെ ചേർന്നിട്ടാണ് അനുമോളുടെ ഫോട്ടോ കത്തിക്കുന്നത്. സത്യത്തിൽ ശൈത്യ തൻ്റെ ഇടത്തോടെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കളിക്ക്. ആദില നൂറ അനുമോള് രേണു ചേച്ചിയൊക്കെ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് പോയി കൊഞ്ഞാൻ കുത്തി എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ അവിടുന്ന് കിട്ടുന്നത് കൊണ്ടുവന്ന് ഇവിടെ പറയും. സത്യം പറഞ്ഞാൽ ശൈത്യ അവിടുന്ന് ഇവിടുന്ന് പറയുന്നുണ്ടോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഞാൻ കേൾക്കുന്നില്ല. പക്ഷെ എല്ലാവരിലും എന്തോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാണ് ആൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ ജെനുവിനായിട്ട് അനുമോളടുത്ത് നില്ല്, അത് ചെയ്യുന്നില്ല. ജെനുവിനായിട്ട് ശൈത്യ പറയണം, അത് അനുമോളെ നീ ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു നിൽക്കുന്നില്ല. ശൈത്യ ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും അനുമോൾക്കുടെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ അനുമോളുടെ കൂടെ നിന്ന്
അനുമോളെ പറ്റിക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഈ പറയുന്ന ആദില നൂറയൊക്കെ ആണെങ്കിൽ എടി നീ ഇങ്ങനെ ചുമ്മാ റീല് കളിച്ച് നടക്കാതെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശൈത്യ ആ ഒരു തരത്തിൽ എടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഏതായാലും അനുമോൾക്ക് ഇതൊരു നല്ല പണിയാണ്. അനുമോൾ നന്നായിട്ട് തകർന്നു. ദെൻ അനുമോൾ വരുന്നുണ്ട്, രേണുവിനെയും അതുപോലെ ഒനീലിനെയും പറയുന്നുണ്ട്. രേണു ചേച്ചിയുടെ അവിടെ പറയുന്നത് ഓക്കെ. ഒനീലിനെ അനു പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അപ്പോഴേ ഓർമ്മ വന്നു, ആ ഒരു ടാസ്കിനകത്ത് ഫോട്ടോ കത്തിച്ചപ്പോൾ രണ്ടുപേരുടെയാണ് കത്തിച്ചത്. ശരിക്കും പറഞ്ഞാൽ അനുമോൾ എല്ലാം പേഴ്സണലി എടുക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഈ ബിഗ് ബോസ് കഴിയുമ്പോഴത്തേക്കും അനുമോൾ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ക്യാരക്ടറിലേക്ക് മാറും. അനുമോളുടെ ഇപ്പോഴത്തെ ക്യാരക്ടർ കൊള്ളില്ലെന്നല്ല പറയുന്നത്. ഇപ്പോഴുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പാവം, അത്രയും പാവം ആവരുത്. ഇപ്പോൾ അഡീഷണലി ഞാൻ ഒന്ന് ജിസേലിന്റെ കാര്യം എടുത്തിടുകയാണെങ്കിൽ, ജിസേലിന്റെ വല്യമ്മച്ചിയാണ് മരിച്ചത്. പക്ഷേ ജിസേൽ അവിടെ എത്ര പേരെടുത്ത് അത് പറഞ്ഞു? ആര്യന് മാത്രമേ അത് അറിയത്തുള്ളൂ, റെനയൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ ലൈവില് ജിസേൽ എവിടെയെങ്കിലും പോയി കരഞ്ഞ് നിലവിളിച്ച് പറയുന്നതായിട്ട്? ആ ഒരു കൺഫെഷൻ റൂമിന്റെ ഇടനാഴി കടന്ന് പുറത്ത് വന്നതിന് ശേഷം നേരെ പോയി കിച്ചണിൽ പോയി കറി ഉണ്ടാക്കുകയാണ്. ഷാനവാസ് ആണെങ്കിൽ ഒരുപാട് നേരം ജിസേലിന്റെ മുന്നിൽ ഒരൊറ്റ നിൽപ്പ് നിന്നു. നെവിൻ നിന്നു, അനീഷ് വന്ന് ചോദിക്കുന്നു, ആരെടുത്തും ജിസേൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. കരയാതിരിക്കുക എന്നുള്ളതല്ല ഇമോഷണൽ മെച്യൂരിറ്റി. കരയുന്നതൊന്നും ഇമോഷണലി മെച്യൂർ അല്ലാത്ത അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആൾക്ക് കൺട്രോൾ ചെയ്യാൻ, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഓ അങ്ങനെയാണെങ്കിൽ ആ ലിപ്സ്റ്റിക്ക് മായ്ച്ചതിന്റെ പേരിൽ അവിടെ നിന്ന് കരഞ്ഞല്ലോ എന്ന്. അത് കള്ളക്കരച്ചിലാണ് കേട്ടോ, അതിനകത്ത് തർക്കമൊന്നുമില്ല. ജിസേൽ അവിടെ കള്ളക്കരച്ചിൽ കരഞ്ഞതാണ്. അല്ലാതെ അനുമോള് ചുണ്ടിലെ ലിപ്സ്റ്റിക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് മായ്ച്ചതിന്റെ പേരിൽ ഒരിക്കലും ജിസേൽ കരയത്തില്ല. അത് കരഞ്ഞത് അഭിനയമായിരുന്നു, അത് അങ്ങനെ തന്നെ കരുതിക്കും. പിന്നെ അങ്ങോട്ട് ആദില, നൂറ അവരെല്ലാവരും വന്നിട്ട്, അതിനകത്ത് ഒരു കാര്യമുണ്ട്, ആദില വന്നിട്ട് റെനയെ നോമിനേറ്റ് ചെയ്തു. ഇവിടെ രണ്ടാമത്തെ അനുമോളുടെ പണി അവിടെ കിടക്കുകയാണ്. ആദില റെനയെ നോമിനേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക, റെന എന്തുമാത്രം വൃത്തികെട്ട രീതിയിൽ കഴിഞ്ഞ ദിവസം അനുമോളോട് സംസാരിച്ചിട്ടുണ്ട്. അനുമോളെ കേക്ക് എന്തുമാത്രം പട്ടീന്ന് വിളിച്ചു, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദില ആ റെനയെ ക്യാപ്റ്റൻസിക്ക് വേണ്ടി നോമിനേറ്റ് ചെയ്ത സമയത്ത് ഉറപ്പായിട്ടും അത് അനുമോൾക്ക് നല്ലൊരു ഷോക്കാണ്. അനുമോളാണെങ്കിൽ അങ്ങനെയാണ് എല്ലാവരെയും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതെന്താണ് നിങ്ങളിങ്ങനെ അത് ഷോക്കാണെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ അനുമോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആദിലയും നൂറയും ശൈത്യയും എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതാണ് റാങ്. ദിസ് ഈസ് റാങ്. ഇനി താഴോട്ട് വരുമ്പോഴത്തേക്കും ബിന്നി നോമിനേറ്റ് ചെയ്തത് റെനേനെയാണ്. അത് ഞാൻ എടുത്തു പറയാൻ കാരണം, ബിന്നി ശരിക്കും അനുമോളെ കൊള്ളിച്ചുകൊണ്ട് നന്നായിട്ട് സംസാരിച്ചു. അതായത് റെന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആ ഒരു ഏജിനനുസരിച്ച് ആളുടെ മെച്യൂരിറ്റി, അടുക്കളയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ്, അതുപോലെ തന്നെ ഒരു പക്വത, സംസാരിക്കുമ്പോൾ കുറച്ച് ഇമ്മെച്യൂരിറ്റി ഒക്കെ ഉണ്ട്. റെനയാണെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചൈനീസ് ചീത്തവിളിയും കൊണ്ട് നടക്കുകയാണ്. അത് ഈ ബിന്നി പഠിപ്പിച്ചു കൊടുത്തതാ. അപ്പോൾ ഈ റെന ഈ പറയുന്ന രീതിയിൽ സംസാരിക്കുന്നതും ചീത്ത വിളിക്കുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന കാണിക്കുന്ന ബഹളങ്ങളൊക്കെ റെനയെടുത്ത് സംസാരിക്കുന്ന കണക്കിരിക്കും എന്ന് ബിന്നി പറയുന്നുണ്ട്. അതിനർത്ഥം അനുമോള് സംസാരിക്കുന്നത് തെറ്റാണ്. അനുമോളുടെ സംസാരത്തിനനുസരിച്ച് റെന ഇങ്ങനെയേ സംസാരിക്കൂ, കുറച്ച് കുറയ്ക്കണം, കുറച്ച് ഇമ്മെച്യൂരിറ്റി ഉണ്ടെന്നും റെന ആഡ് ചെയ്യുന്നുണ്ട്. ഏതായാലും റെനയെടുത്ത് മാന്യമായിട്ട് പെരുമാറിയാൽ റെന നന്നായിട്ട് പെരുമാറും, മാന്യമായിട്ടല്ലെങ്കിൽ റെന ഇങ്ങനെയാണ് പെരുമാറുന്നതെന്നാണ് ബിന്നി അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ബിന്നി, നെവിൻ, റെന, ഇവർ മൂന്നുപേരുമാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നത്, അനുമോൾ കുറച്ചൊന്ന് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് എല്ലാം പേഴ്സണലി എടുത്തു വെച്ചിട്ട് വന്ന അന്ന് തൊട്ടേ ജിസേലിനെ ഇഷ്ടമല്ല, പിന്നെ എന്നും ജിസേലിനെ ഇഷ്ടമല്ല, അങ്ങനെ ആ ഒരു രീതി അനുമോൾ മാറ്റേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം പറയുമ്പോൾ ജനറൽ ആയിട്ട് ചിന്തിച്ചിട്ട് പറയുക, അല്ലാതെ ഇപ്പോൾ ഒരാൾ ചെയ്ത തെറ്റിന് നിങ്ങളെല്ലാവരും അങ്ങനെയാ, അങ്ങനെ പറയരുത്, ചിന്തിച്ചിട്ട് പറയുക. ഫോർ എക്സാമ്പിൾ, ബാത്റൂം ക്ലീൻ ആക്കി ഇടുന്നില്ല എന്ന് കരുതിയിട്ട് ആണുങ്ങളെല്ലാം ബാത്റൂം ക്ലീൻ ആക്കി ഇടാത്തവരാണ്, ആണുങ്ങളൊക്കെ കയറിയാൽ ബാത്റൂം വൃത്തികേടായിരിക്കും. ഒരിക്കലുമല്ല. നന്നായിട്ട് ബാത്റൂം യൂസ് ചെയ്ത് നന്നായിട്ട് കീപ്പ് ചെയ്യുന്ന ആണുങ്ങൾ ഉണ്ട് കേട്ടോ. നമ്മൾ പൊതുവേ ഒരു വിചാരമാണ് ആണുങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാത്റൂം പിന്നെ വൃത്തികേടാണ്. അത് അങ്ങനെ ഉള്ളവർ ഭൂരിഭാഗം ഉണ്ട് എന്നുള്ളത് സത്യം. പക്ഷേ നന്നായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അവിടെ അനുമോൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജിസേലിന്റെ പിറകെ നടക്കുന്ന എല്ലാ ആണുങ്ങളും മൊണ്ണകളാണ്, അഭി ഒഴിച്ച് എന്ന് പറഞ്ഞെടുത്തും
അനിമോൾക്കുണ്ടായ ഒരു തെറ്റതാണ്. അങ്ങനെ അനീഷ് മൊണ്ണയാണോ? അനീഷ് ജിസേലിന്റെ പിന്നാലെ ഒരു മോശം രീതിയിൽ നടന്നിട്ടില്ല എന്ന് ഉറപ്പാണ്. അനീഷ് ഗെയിമിന്റെ പാർട്ടായിട്ട് എല്ലാവരുടെ അടുത്തും എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെ തന്നെയാണ് ജിസേലിനോടും പെരുമാറുന്നത്. അപ്പൊ അനീഷിനെ അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. സോ കുറച്ചുകൂടെ ചിന്തിച്ചിട്ട് അനിമോൾ സംസാരിക്കേണ്ടിയിരുന്നത് അവിടെയൊക്കെ ആയിരുന്നു. ഞാൻ ഇത് പറയുന്നതെന്ന് വെച്ചാൽ അനിമോൾ എന്തുകൊണ്ട് വീണ്ടും 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 ഒറ്റപ്പെടുന്നു എന്നുള്ളതും അത് അനിമോൾ സ്ട്രെങ്ത് ആക്കി മാറ്റുന്ന ഒരു രീതിയുമാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ എന്തായാലും അടുത്ത ഒരു കാര്യം, നമ്മുടെ ബിന്നിയുടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ബിന്നി സത്യത്തിൽ ഒരു 3ാമത്തെ തവണയാണ് ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി മത്സരിക്കാൻ പോകുന്നത്. സോ ഈ 2 വട്ടവും തോറ്റു. ഇനി ഈ വട്ടം തോക്കുകയാണെങ്കിൽ ഈ മണ്ഡലത്തിൽ താൻ കുത്തിയിരുന്ന് സമരം ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. കാരണം വോട്ടെടുപ്പിലല്ല ഇപ്പോഴും ബിന്നി ജയിക്കുന്നുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ബിന്നി തോറ്റു പോകുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയാണെങ്കിലും റെനയ്ക്ക് അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് സപ്പോർട്ടും അതുപോലെ അനുമോളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഒരു നെഗറ്റീവും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.